ഇനി ഇന്ത്യയിലെ പ്ലാനിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. 1950 നമ്മുടെ അന്നത്തെ ക്യാബിനറ്റിൻ്റെ റെസൊല്യൂഷനോടെ സ്ഥാപിക്കപ്പെട്ട പ്ലാനിംഗ് കമ്മീഷൻ ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിരുന്നു, ഒരു ഓട്ടോണോമസ് ബോഡിയായിരുന്നു. മാത്രമല്ല അത് ഗവൺമെൻറ്റിനെ അഡ്വൈസ് ചെയ്യുന്ന ഒരു അഡ്വൈസറി ബോഡി കൂടിയായിരുന്നു. ഇന്ത്യയിലെ പ്ലാനിംഗ് എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കാൻ അതിൽ എക്സ് ഒഫീഷ്യോ ചെയർമാനായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. അതിൻ്റെ ഡെപ്യൂട്ടി ചെയർമാനായിരുന്നു വർക്കുകളെല്ലാം കോർഡിനേറ്റ് ചെയ്തിരുന്നത്. ഇത്രയും പോയിൻറ്റുകൾ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് നമ്മൾ ഓർത്തിരിക്കണം. 1952 ഓഗസ്റ്റ് 6 നമ്മുടെ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൻ്റെ ഒരു റെസല്യൂഷനോടെ സ്ഥാപിക്കപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു പ്ലാനിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. ഈ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ പ്രത്യേകത ഇന്ത്യയിലെ ആ ഫെഡറലിസത്തിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ട് നിർമ്മിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ട് തന്നെ അതിൽ നമ്മുടെ പ്രൈം മിനിസ്റ്ററും നമ്മുടെ സംസ്ഥാനങ്ങളിലെ ചീഫ് മിനിസ്റ്റേഴ്സും എല്ലാം അംഗങ്ങളാണ്. സമയാസമയങ്ങളിൽ പ്ലാനിങ്ങിനെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ, ആ പ്ലാനിങ്ങിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എല്ലാം ചർച്ച ചെയ്യുകയും അത് അതാത് സമയങ്ങളിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ ഡ്യൂട്ടിയാണ്. അതിൻ്റെ ചെയർമാൻ സ്വാഭാവികമായിട്ടും പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, അതാണ് നീതി, NITI. നീതി ആയോഗ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് 2015 ഇന്ത്യയിൽ നിലവിൽ വന്നതാണ്. 1 ജാനുവരി 2015 നിലവിൽ വന്ന നീതി ആയോഗാണ് ഇന്ന് നമ്മുടെ പ്ലാനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ. പ്രധാനമന്ത്രിയാണ് അതിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാനായിട്ട് വരാറുണ്ട്. സ്റ്റേറ്റുകളുടെയും യൂണിയൻ ടെറിട്ടറികളുടെയും ഒരു അഡ്വൈസറി സെൻ്ററായിട്ട് നീതി ആയോഗ് ഇന്ന് പ്രവർത്തിച്ചു വരികയാണ്. പോളിസി ആൻഡ് പ്രോഗ്രാം ഫ്രെയിംവർക്ക്, അതുപോലെ കോഓപ്പറേഷൻ ഓഫ് ഫെഡറലിസം, പ്ലാനിങ്ങിൻ്റെ മോണിറ്ററിങ്ങും ഇവാലുവേഷനും, തിങ്ക് ടാങ്ക്, അതുപോലെ നോളജ് ആൻഡ് ഇന്നൊവേഷൻ വർക്ക് നടത്തുന്ന സ്ഥലം എന്നീ നിലകളിലെല്ലാം നീതി ആയോഗ് ഇന്ന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു. നീതി ആയോഗിനൊരു ചെയർപേഴ്സണുണ്ട്. ആ ചെയർപേഴ്സൺ സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ്. പിന്നെ ഒരു ഗവേണിംഗ് കൗൺസിലുണ്ട്, റീജിയണൽ കൗൺസിലുണ്ട്, അതുപോലെ സ്പെഷ്യൽ ഇൻവൈറ്റീസും ഉണ്ട്. അതുപോലെ നീതി ആയോഗിന് ഒരു വൈസ് ചെയർപേഴ്സൺ ഉണ്ട്. 4 ഫുൾ ടൈം മെമ്പേഴ്സ് ഈ നീതി ആയോഗിനുണ്ട്. 2 പാർട്ട് ടൈം മെമ്പേഴ്സുണ്ട്. 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സുണ്ട്. ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട്.